സ്റ്റിറോയിഡ്സ് എടുക്കാൻ നേരത്തെ ആൾക്കാർക്ക് ഡെത്ത് വരെ സംഭവിക്കാറുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന 3 മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ വേറൊന്നുമല്ല, ബ്ലഡ് വർക്കും ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്യുക. അതിനെപ്പറ്റി തിങ്ക് ചെയ്യത്തേ ഇല്ല. നമ്മുടെ ബ്ലഡ് വർക്ക് നോക്കി അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അതല്ലാതെ നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. മിക്ക ആൾക്കാരും അത് നോക്കത്തേ ഇല്ല. കുറേ സ്റ്റിറോയിഡ്സ് വാങ്ങിച്ച് ഇഞ്ചെക്ട് ചെയ്യുക, മസിൽ ഉണ്ടാക്കുക, ലാസ്റ്റ് സഡൻ ആയിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴാണ് അറിയുന്നത് അകത്തെ പല സാധനങ്ങളും അടിച്ചു പോയി. ദെൻ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ലൈഫ് സ്റ്റൈലാണ്. ആ ഒരു സ്പോർട്ടിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത്രയും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അല്ല നിങ്ങളിങ്ങനെ പാർട്ടിയൊക്കെ ചെയ്ത് വെള്ളം അടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ആ ഒരു ലൈഫ് വൈബാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല ബോഡി ബിൽഡിംഗ്. സോ അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈലും അതിൻ്റെ ഒപ്പം സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ബോഡി ബിൽഡിങ്ങും കൂടെ നിങ്ങൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനേ ചാൻസ് ഉള്ളൂ. ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള ഈവൻ പല ബോഡി ബിൽഡേഴ്സിൻ്റെയും മരണം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ബൾക്കിംഗ് എന്നും പറഞ്ഞ് കുറേ ജങ്ക് ഫുഡ്സ് കഴിക്കുക. ബൾക്കിംഗ് ടൈമല്ല എന്തും കഴിക്കുക, ആ ഒരു കൺസെപ്റ്റാണ്. ഈ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ് എല്ലാം നമുക്ക് നോർമൽ ഒരാൾക്ക് പോലും വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സാധനമാണ്. സോ അത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടേ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാവൂ. കഴിക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ഓർഗൻസിന് വേണ്ട സ്ട്രെസ്സിൻ്റെ എക്സ്ട്രീം സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് നിങ്ങൾ ജങ്ക് ഫുഡ്സും കൂടെ കഴിച്ചാൽ തീർന്ന് ഉറപ്പുള്ള കാര്യമാണ്. അത് കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. കിഡ്നി ലിവറൊക്കെ അടിച്ചു പോകാനായിട്ട് വേറെ ഒരു സാധനവും വേണ്ട. നിങ്ങൾ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. ആ ന്യൂട്രിയൻസ് മാക്സിമം ക്വാളിറ്റിയുള്ള ഹോൾ ഫുഡിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. സോ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ബോഡി ബിൽഡിംഗ്, ഏത് ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ എക്സ്ട്രീം ആയിട്ടുള്ളൊരു സ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബി സേഫ്, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്.